യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ദൈവത്തിൻ്റെ കരുണയ്ക്ക് മാത്രമാണ് ഈ ലോകത്തിൻ്റെ തിന്മകളിൽ നിന്നും ജനത്തെ മോചിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവം നമുക്ക് നൽകിയ അമൂല്യമായ ഒരു സമ്മാനമാണ് അവിടുത്തെ കരുണ. പിതാവായ ദൈവം നമ്മോട് കാണിക്കുന്ന സ്നേഹം മനസ്സിലാക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാനുമാണ് ക്രൈസ്തവരായ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. പൂർണ്ണമായ ദാരിദ്ര്യത്തിലേക്കാണ് യേശു ക്രിസ്തു ജനിച്ചു വീണതെങ്കിലും ഈ ലോകത്തിൻ്റെ സമ്പത്തും ദൈവനിഷേധിയുടെ മാർഗങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് എപ്രകാരമാണ് വിമോചനവും രക്ഷയും നേടിയെടുക്കാൻ സാധിക്കുക എന്ന് കാലിത്തൊഴുത്തിലെ പിറവിയിലൂടെ അവിടുന്ന് നമുക്ക് കാട്ടിത്തന്നു. കരുണ വറ്റിവരേണ്ട ഈ ലോകത്തിൽ ദൈവസ്നേഹവും കരുണയും അനുഭവവേദ്യമാക്കുവാൻ ആഗോള സഭ കരുണയുടെ വർഷം ആചരിക്കുകയാണ്. ഈ കരുണാവർഷത്തിൻ്റെ സുവിശേഷകനും സാക്ഷികളും ശുശ്രൂഷകരുമായി തീരുവാൻ ഇന്നത്തെ ക്ഷേമ ഇസ്രായേലിലൂടെ കരുണയുടെ മിഷണറി കൂടിയായ ഫാദർ ജെയിംസ് മഞ്ഞാക്കൽ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിൻ്റെ സ്ഥാപക ഡയറക്ടറും ആഗോള സുവിശേഷ പ്രഘോഷകനുമായ ഫാദർ ജെയിംസ് മഞ്ഞാക്കൽ കഴിഞ്ഞ 3.5 വർഷക്കാലമായി ഗിലാൻ-ബാരെ സിൻഡ്രോം എന്ന മാരകമായ അസുഖം ബാധിച്ച് ശരീരം തളർന്ന അവസ്ഥയിൽ നിന്നും ദൈവം കരം പിടിച്ചുയർത്തിയ വ്യക്തിയാണ്. ഇന്ന് വീൽ ചെയറിലിരുന്നു കൊണ്ട് അനേകം രാജ്യങ്ങളിൽ അനേകരിലേക്ക് സുവിശേഷം എത്തിക്കുന്ന ഫാദർ ജെയിംസ് മഞ്ഞാക്കലിലൂടെ നമുക്കും കരുണയുടെ കവാടത്തിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു മിനിറ്റ് കണ്ണടച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവ് ദൈവമേ, കടന്നു വരണമേ. അങ്ങ് ആഗ്രഹിക്കുന്നത് ഈ മക്കളോട് സംസാരിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ. എന്നെ ശ്രവിക്കുന്ന ഇവർ വചനം ഗ്രഹിച്ച് ജീവിതത്തിൽ പകർത്തി അവരുടെ ക്രൈസ്തവ ജീവിതം ധന്യമാക്കി തീർക്കുവാൻ കൃപ നൽകണമേ. പരിശുദ്ധാത്മാവേ, ബുദ്ധി പ്രകാശം ഈ മക്കൾക്ക് ഞങ്ങൾക്ക് നൽകണമേ. അമ്മേ, നല്ല അമ്മേ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ മാംസമാക്കി ഞങ്ങൾ ഈശോയുടെ നിൻ്റെ പ്രിയ സുതൻ്റെ സാക്ഷികളായി തീരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കരുണയുടെ വർഷത്തിലാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുരിശുവര തിരുനാളിന് മാർപ്പാപ്പ റോമിൽ വെച്ച് എന്നെ കരുണയുടെ മിഷണറി ആയിട്ട് പ്രഖ്യാപനം ചെയ്തു, എന്നെ അഭിഷേകം ചെയ്തു. അതിൻ്റെ മാർപ്പാപ്പ തന്ന സ്റ്റോളാണ് ഞാൻ ഊറാലയാണ് ഇട്ടിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 5:7 നാം വായിക്കുന്നു, കരുണ ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. എന്താണ് കരുണ? നമുക്കറിയാം, ചിലപ്പോൾ വലിയ കൊലപാതകികളെ മരണത്തിനായിട്ട് ശിക്ഷിച്ചു, തൂക്കിക്കൊല്ലാൻ അല്ലെ വെടിവെച്ച് കൊല്ലാൻ. അപ്പോൾ രാജ്യത്തിലെ പ്രസിഡൻറ്റ് അവനോട് കരുണ കാണിക്കുന്നു. അവൻ ചെയ്ത കൊലയ്ക്ക് കണിശമായിട്ടും അവനെ കൊല്ലണം. അതാണ് ന്യായം. എന്നാൽ ഈ ന്യായത്തിന് അതീതമായിട്ട്
അവൻ അർഹിക്കാത്ത ക്ഷമ നൽകുന്നു, കാരുണ്യം നൽകുന്നു. ഇതാണ് കരുണ. നമുക്കറിയാം, നല്ലവനായ ദൈവം മനുഷ്യ മക്കളുടെ പാപങ്ങൾ കണ്ടു. ആ പാപങ്ങളുടെ ശിക്ഷ എന്താണ്? നരകം. ആ ശിക്ഷാവിധി നരകമാണ്. ഈ മനുഷ്യൻ നരകത്തിലേക്ക് പോകുന്നത് പിതാവ് കണ്ടു. അപ്പോൾ പിതാവ് ഓർത്തു, ഇവരെ രക്ഷിക്കാൻ ആർക്ക് കഴിയും? എനിക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ ത്രിയേക ദൈവം ഒരു ചെറിയ മീറ്റിംഗ്, ഒരു സമ്മേളനം നടത്തി കാണും. അപ്പോൾ പുത്രൻ, ഏകപുത്രൻ പറഞ്ഞു, പപ്പ ഞാൻ പൊയ്ക്കൊള്ളാം അവരെ രക്ഷിക്കാനെന്ന്. അങ്ങനെ യേശു മനുഷ്യനായി അവതരിക്കുന്നു, പാപങ്ങൾ ഏറ്റെടുക്കുന്നു. അങ്ങനെ മനുഷ്യകുലം അർഹിക്കാത്ത കൃപ അവർക്ക് ലഭിക്കുന്നു. ഇതാണ് കാരുണ്യം. അപ്പോൾ യേശുവിൻ്റെ വരവും ആ കുരിശിലെ പീഡാസഹനവുമെല്ലാം കർത്താവിൻ്റെ കരുണ കാണിക്കലാണ്. ഈ കരുണയുടെ വർഷമാണ് മാർപ്പാപ്പ ഔദ്യോഗികമായിട്ട് അത് പ്രഖ്യാപിച്ചത്. നിശ്ചയമായിട്ടും കരുണ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരുപക്ഷെ സ്നേഹം എന്നുകൂടി നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. ദൈവം സ്നേഹമാകുന്നു, ദൈവം കരുണയാകുന്നു. ഞാൻ ഒരിക്കൽ ജർമ്മനിയിലായിരുന്നപ്പോൾ ഒരമ്മച്ചി ധ്യാനത്തിൽ വന്നെന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇന്ന് ഞാൻ കർത്താവിൻ്റെ കാരുണ്യത്തിലാണ്. ഞാൻ ചോദിച്ചു, എന്താ അമ്മച്ചി? ഞാൻ കത്തീഡ്രൽ പള്ളിയിലെ കവാടത്തിൽ കൂടി, കരുണയുടെ കവാടത്തിൽ കൂടി കടന്നു. ഒന്ന് കടന്നപ്പോൾ ഓർത്തു, ഒന്ന് പോരാ, 3 തവണ കടന്നു. അങ്ങനെ ഞാൻ ഇന്ന് കരുണ പ്രാപിച്ചു. ഏത് നിമിഷം മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോവാ അച്ഛാ. ഞാൻ തോളെ തട്ടിക്കൊണ്ട് അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി നല്ല കുംസാരമൊക്കെ നടത്താറുണ്ടോ? കുംസാരോ? അതിനോട് എനിക്ക് വെറുപ്പാണ്. അച്ഛന്മാരും വെറുപ്പാണ്. പിന്നെ ഇങ്ങേരെ ഇന്ത്യയിൽ നിന്ന് വന്നതുകൊണ്ട് ഞാൻ കെട്ടിപ്പിടിച്ചു ഉമ്മയൊക്കെ തന്നു. എനിക്ക് വൈദികരോട് വെറുപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മച്ചി കരുണയുടെ വാതിക്കൽ കൂടി മരണം വരെ കടന്നു പോയാലും കരുണ കിട്ടില്ല. ഇത് കിട്ടണമെങ്കിൽ ഹൃദയം തുറന്ന് അനുദപിച്ച് കർത്താവിനോട് പാപങ്ങൾക്ക് മാപ്പ് ചോദിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി തീരുമാനമെടുക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കരുണയുടെ വർഷത്തിൽ പലരും ഓർക്കും പാപത്തിൽ തന്നെ തുടർന്നുകൊണ്ട് കരുണ ലഭിക്കുമെന്ന്. ഇത് തെറ്റായ ഒരു ചിന്താഗതി ആണ്. നമുക്കറിയാം, പാപിനിയായ സ്ത്രീ കർത്താവിനടുക്കൽ വന്നു, വ്യഭിചാരിണി. യഹൂദ നിയമപ്രകാരം കല്ലെറിഞ്ഞ് അവളെ കൊല്ലേണ്ടതാണ്. എന്നാൽ ഈശോ അവൾക്ക് കരുണ കൊടുത്തു. അവൾ അത് ഡിസേർവ് ചെയ്യുന്നതല്ല, അത് അവൾക്ക് അർഹിക്കുന്നതല്ല കരുണ. അവളെ കല്ലെറിഞ്ഞ് തന്നെ കൊല്ലേണ്ടതാണ്. നിയമം അതാണ് പറയുന്നത്. എന്നാൽ കർത്താവ് കാരുണ്യം കാണിക്കുന്നു. ഞാൻ അവളെ വിധിക്കുന്നില്ല എന്ന് പറയുന്നു. അതേ വാക്കിൽ തന്നെ, അതേ ശ്വാസത്തിൽ ഈശോ പറഞ്ഞു, ഇനി മേലിൽ പാപം ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. പല ആളുകൾക്കും ആദ്യത്തെ ഭാഗം ഇഷ്ടമാണ്. ഏത്? വ്യഭിചാരിക്ക് മോചനം കൊടുത്തോണം, നമുക്ക് വ്യഭിചാരി തുടരാം, എപ്പം വേണമെങ്കിലും കർത്താവ് കാരുണ്യം കാണിക്കുമെന്ന്. ഇല്ല, ഈശോ ഒരു വാക്ക് പറഞ്ഞത് പലർക്കും ഇഷ്ടമില്ല, ഇനി മേലിൽ പാപം ചെയ്യരുത്. സക്കയൂസ് മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. അത് മാനസാന്തരത്തിൻ്റെയാണ് താഴേക്കുള്ള ഇറങ്ങി വരവ്. വന്നപ്പോഴേ അത് സാഷ്ടാംഗം ചെയ്ത് പറഞ്ഞു, കർത്താവേ എനിക്കുള്ള അത് പകുതി സ്വത്ത് ഞാൻ പാപങ്ങൾക്ക് കൊടുക്കുന്നു. ആരെയെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇരട്ടിയായി, 3 ഇരട്ടിയായി, 4 ഇരട്ടിയായി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് കർത്താവേ. അപ്പോൾ ഈശോ പറഞ്ഞു, രക്ഷ ഇവന് കൈവന്നിരിക്കുന്നു, ഇവൻ്റെ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. അത് ഈ കരുണ ആണ് കർത്താവ് തരുന്നത്. അപ്പോൾ മാനസാന്തരം ഇല്ലാതെ നമുക്ക് കർത്താവിൻ്റെ കാരുണ്യം ലഭിക്കുകയില്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുകയാണ് പഴയ നിയമത്തിലെ ഒരു ഭാഗം. പ്രഭാഷകൻ പുസ്തകം അധ്യായം 5. പ്രഭാഷകൻ പുസ്തകം അധ്യായം 5 വചനം 4-6. പാപം ചെയ്തിട്ട് എനിക്കെന്തു സംഭവിച്ചു എന്ന് പറയരുത്. കർത്തൃകോപം സാവധാനമേ വരൂ. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അവിടുത്തെ കാരുണ്യം നിശ്ചീമമാണ്. അവിടുന്ന് എൻ്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിൻ്റെ പക്കലുണ്ട്. അവിടുത്തെ കോപം, ക്രോധം പാപികളുടെ മേൽ പതിക്കും. കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ എന്ന് നീട്ടിവയ്ക്കുകയും അരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്തേക്കാം. പ്രിയപ്പെട്ടവരെ, ധ്യാനിക്കേണ്ട വിഷയമാണ് അത്. ഈ വർഷം എനിക്കറിയാം പല ആളുകളും ഓർക്കുന്നത്, എൻ്റെ പാവത്തിൽ തന്നെ എനിക്ക് തുടരാം. വ്യഭിചാരാസക്തിയായിരിക്കാം, സ്വയംഭോഗ ആസക്തിയായിരിക്കാം, സ്വവർഗഭോഗ ബന്ധങ്ങളിലായിരിക്കാം, മദ്യപാനാസക്തിയിലായിരിക്കാം. അത് സാരമില്ല, കർത്താവ് കാരുണ്യവാനാണ്, വലിയ കാരുണ്യവാനാണ്. അതാണ് അത് ഈ വചനം പറയുന്നത്. കർത്താവ് കാരുണ്യവാനാണെന്ന് മാത്രം നീ പറയരുത്. കർത്താവിൻ്റെ കാരുണ്യത്തോടൊപ്പം ക്രോധവുമുണ്ട്.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതെ, വെറുതെ കരുണയുടെ ഒരു പ്രാർത്ഥന ചൊല്ലിയതുകൊണ്ടോ കരുണക്കൊന്ത ചൊല്ലിയതുകൊണ്ടോ കരുണയുടെ കവാടത്തിൽ കടന്നു പോയതുകൊണ്ടോ കരുണ ലഭിക്കുകയില്ല. നമ്മുടെ ഹൃദയമാകുന്ന കവാടങ്ങൾ പരിശോധിച്ച് ആ ഹൃദയത്തിലെ പാപങ്ങളെ ദൂരെ എറിഞ്ഞ്, മനസ്തപിച്ച് ദൂരെ എറിഞ്ഞ് ഒരു നല്ല കുമ്പസാരം നടത്തി വിശുദ്ധ ജീവിതത്തിനായി തീരുമാനമെടുക്കുമ്പോൾ കർത്താവ് കാരുണ്യം വർഷിക്കും. അതെ, ആ സക്കയൂസിനെ പോലെ താഴേക്ക് ഇറങ്ങി വരണം. മഴ പെയ്യുന്നത് താഴേക്കാണ്, മഞ്ഞ് പെയ്യുന്നത് താഴേക്കാണ്, കൃപ വർഷിക്കുന്നത് താഴേക്കാണ്. ആ എളിമ, ആ ഹൃദയവിശുദ്ധി ഉണ്ടെങ്കിലേ അത് കരുണ ലഭിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇനിയും ഈ കരുണയുടെ ഹൃദയം കിട്ടിയാൽ മാത്രം പോരാ. കഥ പറയുന്നത് അവിടുന്ന് കരുണ കാണിക്കുന്ന പോലെ മറ്റുള്ളവരോടും കരുണ കാണിക്കണം. എന്താണ് കരുണ കാണിക്കുന്നതിൻ്റെ അർത്ഥം? ആളുകൾ ഒരുപക്ഷെ നമ്മോട് തിന്മ ചെയ്തു, വൈരാഗ്യം കാണിച്ചു, ക്രോധം കാണിച്ചു, ഒരു പക്ഷേ നമ്മുടെ വസ്തുവകൾ നശിപ്പിച്ചു, നമ്മുടെ പേര് നശിപ്പിച്ചു, മാനം നശിപ്പിച്ചു. അവരോട് ക്ഷമിക്കണം. അത് കരുണയാണ്. അവർ ക്ഷമ അർഹിക്കുന്നില്ല. കണിശമായിട്ടും കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവെ, ഇവർ ചെയ്യുന്ന എന്തെന്നറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമെന്ന് കർത്താവ് പറഞ്ഞതുപോലെ കർത്താവിനെ അനുധാവനം ചെയ്യുന്ന ഓരോരുത്തരും അത് പറയാനിടയാകണം. അവൻ എനിക്ക് പാര വെച്ചു, അവൻ കുതികാല് വെച്ചു, അവൻ ചതിച്ചു, അവൻ കാരണം എനിക്ക് ജോലി കിട്ടിയില്ല, അവൻ കാരണം എൻ്റെ എൻ്റെ മകളുടെ പേര് നഷ്ടപ്പെട്ടു. ഇതൊക്കെ ഉണ്ട്. അവർ ചെയ്തത് എന്തെന്ന് അവർ അറിയുന്നില്ല. ഞാൻ അവരോട് ക്ഷമിക്കുന്നു എന്ന് പറയുവാൻ കർത്താവിനെ പോലെ കഴിയണം. അത് നമുക്കറിയാമല്ലോ. എല്ലാവരോടും ക്ഷമിക്കുന്ന ആ മനോഭാവം, അത് കരുണയാണ്. അപ്പോൾ ഈശോ ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് കരുണയുടെ ഒരു ഭാഗം. ക്ഷമിച്ചാൽ മാത്രം പോരാ മക്കളെ, ആ ക്ഷമയോടൊപ്പം സ്നേഹിക്കണം. അതല്പം ബുദ്ധിമുട്ടുള്ള കാര്യമില്ലേ? ഈ നമ്മോട് തെറ്റ് ചെയ്തവർ, നമ്മോട് അനാശാസ്യമായി പെരുമാറിയവർ ക്ഷമിച്ചേക്കാം, പക്ഷെ സ്നേഹിക്കുക, അതിന് പരിശുദ്ധാത്മാവിന് കൃപയുണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ മക്കളെ. നമ്മോട് അപരാധം ചെയ്തവരെ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കുവാൻ, നന്മ ചെയ്യുവാൻ, അത് കരുണയുടെ രണ്ടാം തലമാണ്. ഈശോ അതാണ് ചെയ്തത്. നമ്മളൊക്കെ പാപികളായിരുന്നു. വലിയ ഉദാഹരണം നമ്മൾ കാണുന്നുണ്ട്. ഈശോയെ 3 തവണ നിഷേധിച്ച് പറഞ്ഞ പത്രോസിൻ്റെ അടുക്കൽ ഈശോ ചെന്ന് 3 തവണ പറഞ്ഞെന്താണ്? പത്രോസേ, നീ എല്ലാവരെക്കാളും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നോക്കൂ, സ്നേഹം ഇരക്കുന്നത് പോലെ. എന്താണ് അതിൻ്റെ അർത്ഥം? പത്രോസേ, എൻ്റെ പഴയ സ്നേഹം എനിക്കിപ്പോൾ നിന്നോടുണ്ട്, അത് ഞാൻ കളയയില്ല. 3 തവണ നീ നിഷേധിച്ചുവെങ്കിലും വസ്തുത്തിൽ പത്രോസ് ആ ക്ഷമയ്ക്ക്, ആ സ്നേഹത്തിന് അർഹനായിരുന്നില്ല. എന്നാൽ ഈശോ ആ ക്ഷമ കൊടുക്കുന്നു, സ്നേഹം കൊടുക്കുന്നു. അവൻ അന്ന് കൊടുത്ത അധികാരങ്ങളൊന്നും തിരിച്ചെടുത്തില്ല. പത്രോസിനെ ആ സംഘത്തിൻ്റെ നേതാവായി, മാർപ്പാപ്പ ആയി കർത്താവ് നിയോഗിച്ചു. ആ താക്കോൽ, സ്വർഗത്തിൻ്റെ താക്കോൽ അവനെ ഏൽപ്പിച്ചു. അതൊന്നും തിരിച്ചെടുത്തില്ല. അവന് കൊടുത്ത എല്ലാ അധികാരങ്ങളോടുകൂടി തുടരുവാൻ കർത്താവ് കാരുണ്യം കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നമ്മുടെ കർത്താവ്. ഒരു അറും പാപിയായിട്ട് ജീവിച്ച് കാണും. നമ്മൾ കാണുന്നുണ്ട് ബൈബിളിൽ, വെറും പാപികളായി ജീവിച്ചവരെ കർത്താവ് സ്വന്തമാക്കി. മഗ്ദലന മറിയം ഒരു ഉദാഹരണമാണ്. അവളൊരു പാപിയായിരുന്നുവെന്ന് ബൈബിൾ പറയുന്നില്ലെങ്കിലും 7 അശുദ്ധാത്മാക്കൾ അവളിൽ ഉണ്ടായിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. അശുദ്ധാത്മാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അവൾ പാപത്തിലായിരുന്നു. കാരണം പാപം ചെയ്യുന്നവൻ പിശാചിനുള്ളവനാണ്. എന്ത് പാപമാണ് നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് പാപിനിയായ മഗ്ദലന എന്ന് പലരും പറയാറുള്ളത്. ഏതായാലും 7 പിശാചിക്കുള്ള അവൾ വിമോചനം പ്രാപിച്ചപ്പോൾ കർത്താവ് കാരുണ്യം കൊടുത്തു. അന്നു മുതൽ കർത്താവിൻ്റെ കൂടെ തന്നെ ആയിരുന്നു. നമ്മൾ കാണുന്നുണ്ടല്ലോ, കർത്താവ് ഉയർത്തെഴുന്നേൽപ്പ് ആദ്യം പ്രത്യക്ഷപ്പെട്ട അവക്കാണ്. അതാണ് ഈശോയുടെ സ്നേഹം. ഈ കാരുണ്യം നമ്മൾ മറ്റുള്ളവരോട് കാണിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അത് ദൈവം കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നമ്മളും കരുണയുള്ളവരായിരിക്കണം. ഇനി ഈ കാരുണ്യം വെറും പ്രകടനം പോരാ, പ്രവൃത്തിയിൽ ഉണ്ടായിരിക്കണം. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 25-ാം അധ്യായത്തിൽ അവസാന വിധിയെപ്പറ്റി മനോഹരമായ ഭാഗം. ശിഷ്ടന്മാർ വലത്തുവശത്ത്, ദുഷ്ടന്മാർ ഇടത്തുവശത്ത് നിൽക്കുന്നു. അപ്പോൾ ശിഷ്ടന്മാരോട് പറയുന്നത് എന്താണ്? നീ ഏറെ തവണ പോട്ടയിലും ഡിവൈനിലും കാര്യഭവനിലും പോയോണ്ട് കർത്താവിൻ്റെ ഭവനത്തിലേക്ക് വരിക. നീ ഏറെ തവണ കൈയടിച്ച കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഭവനത്തിലേക്ക് വരിക. ഏറെ തവണ ഭാഷാവർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഭവനത്തിലേക്ക് വരിക എന്നല്ല. പിന്നെ എന്താ പറഞ്ഞത്? നീ വിശക്കുന്നവർക്ക് ആഹാരം കൊടുത്തു, ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുത്തു, നീ ഉടുപ്പില്ലാത്തവർക്ക് ഉടുപ്പ് കൊടുത്തു, കാരാഗൃഹത്തിൽ കിടന്നവരെ ചെന്ന് കണ്ട് ആശ്വസിപ്പിച്ചു, തടവുകാരെ മോചിപ്പിച്ചു. കാരുണ്യപ്രവർത്തികളുടെ ഒരു ലിസ്റ്റാണ് കർത്താവ് അവിടെ അവതരിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ സ്വർഗം
അളക്കപ്പെടുന്നത് നമ്മുടെ കാരുണ്യ പ്രവൃത്തിയുടെ വെളിച്ചത്തിലാണ്, അല്ലാതെ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന പരിത്യാഗത്തിൻ്റെ അല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഈ പ്രാർത്ഥനകൾ, സ്തുതിപ്പുകൾ, കരിസ്മാറ്റിക്കിലെ എല്ലാ ഭക്തികളും അല്ല എല്ലാവിധ ഭക്തികളും ഒറ്റ വാക്കിൽ ചെന്ന് അവസാനിക്കണം: കാരുണ്യം അഥവാ സ്നേഹം. അതെ, ദൈവത്തെ മുഴുഹൃദയത്തോടെ സ്നേഹിച്ച് ഒന്നാം കൽപ്പന പാലിക്കുക, മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് രണ്ടാം കൽപ്പന പാലിക്കുക. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട് യഥാർത്ഥ ഭക്തി എന്താണെന്ന്. പലപ്പോഴും നമ്മൾ ഓർക്കും കർത്താവേ കർത്താവേ ദേവാലയത്തിൽ കിടന്ന് ഏറെത്തോളം വിളിക്കുന്ന ഭക്തിയെന്ന്. അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞത് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21 കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, പിന്നെയോ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗത്തിൽ പോകുന്നത് എന്ന്. അതെ, യാക്കോബ് ശ്ലീഹ പറയുന്നു അധ്യായം 1 വചനം 27, യാക്കോബ് 1:27, പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്: അനാഥരെയും വിധവകളെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിന് എത്തുക, ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതാണ് മതം, ഇതാണ് ഭക്തി. ഇതില്ല എങ്കിൽ ഒരു ഫരിസേയത്വം, പുറമേയുള്ള തൊലിപ്പുറത്തുള്ള അതെ പ്രാർത്ഥന, ഭാഷാവരത്തി പ്രാർത്ഥിക്കുക, കൈയടിച്ച് പ്രാർത്ഥിക്കുക, ഒരു ആനന്ദം കിട്ടും ഉള്ളിൽ. എന്നാൽ അതല്ല കർത്താവ് ഉദ്ദേശിക്കുന്ന ഭക്തി, കർത്താവ് ഉദ്ദേശിക്കുന്ന മതം. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ അതല്ല. കുറേ അതെ ക്രിയകൾ ദേവാലയത്തിൽ, അമ്പലത്തിൽ അല്ലെങ്കിൽ പൂജാ മുറികളിൽ ചെയ്തു കൂട്ടുന്നതല്ല, പിന്നെയോ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരിക. എന്താണ് ആ പ്രവൃത്തി? കാരുണ്യ പ്രവൃത്തികൾ. അതെ, നമ്മുടെ മാർപ്പാപ്പ അതിന് ഉദാഹരണമാണ്. അതെ, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത്. നമുക്കറിയാം, കുബേരന്മാരെ ആളുകൾ, പണമുള്ളവർ വലിയ മെർസിഡസ് കാറും BMC കാറും വലിയ കാറുകളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ 40-45 വർഷം പഴക്കമുള്ള ഒരു പഴഞ്ചൻ കാറുമായിട്ട് നടക്കുന്നു. പ്രിയമുള്ളവർ, അദ്ദേഹത്തിന് വേണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കാർ മേടിക്കാം റൂമിലെ പണം കൊണ്ട്. അതെ മെച്ചന്മാരും അതുപോലെ തന്നെ മെത്രാന്മാരൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. വലിയ കാറുകളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ അത് എളിമയോടുകൂടി മറ്റുള്ളവരുടെ പണം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആ പണം കൂടെ പാവങ്ങൾക്ക് കൊടുക്കണം എന്നാണ് മാർപ്പാപ്പ നിഷ്കർഷിക്കുന്നത്. അതുപോലെ മാർപ്പാപ്പ നമുക്കറിയാം, എവിടെ ചെന്നാലും അനാഥര, വിധവകൾ, കൈകാര്യമില്ലാത്തവർ, വികലാംഗർ കെട്ടിപ്പിടിച്ച് അവർക്ക് ഉമ്മ വെക്കുന്നു. റോമിൽ നിന്ന് കഴിവതും സഹായം അവർക്ക് കൊടുക്കാൻ നോക്കുന്നു. പ്രിയമുള്ളവരെ, ഈ മനോഭാവം നമ്മൾ സ്വായത്തമാക്കണം. കരുണയുടെ ഈ വർഷത്തിൽ ഇതാണ് കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഈ കരുണയുടെ മധ്യസ്ഥരായിത്തീരുക, കരുണയുടെ പ്രവാചകരായിത്തീരുക, കരുണ വിളിച്ചോരുന്ന സാക്ഷികളായി മാറുക. ഇതിന് പരിശുദ്ധാത്മാവാണ് കണിശമായിട്ട് നമ്മളെ സഹായിക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവ് കരുണയാണ്, അഥവാ സ്നേഹമാണ്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 5 വചനം 5, പരിശുദ്ധാത്മാവിലൂടെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, ഈ കരുണ എന്ന് പറയുന്ന വാക്ക് ഹീബ്രു ഭാഷയിൽ അഥവാ ഗ്രീക്ക് ഭാഷയിലൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം സ്നേഹം എന്ന് തന്നെയാണ്. ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവത്തിൻ്റെ കരുണ. അപ്പോൾ ഈ സ്നേഹം ആണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത്. നിങ്ങൾ കരിസ്മാരി ധ്യാനം കൂടിക്കാണും, കൈവെപ്പ് പ്രാർത്ഥന കൂടിക്കാണും. ഇല്ല എങ്കിൽ മാമോദിസ സ്വീകരിച്ചവരായിരിക്കാം നിങ്ങൾ. മാമോദിസായാലും മറ്റു കൂരാശകളും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് നിങ്ങൾ. ഇല്ല എങ്കിൽ ഹൃദയം തുറന്ന് സ്വീകരിക്കണം. ഈ പരിശുദ്ധാത്മാവ് സ്നേഹം കൊണ്ട്, കാരുണ്യം കൊണ്ട് നമ്മുടെ ഹൃദയം പൂരിതമാക്കുന്നു. അപ്പോൾ അങ്ങനെ കരുണയുടെ വ്യക്തികളായി മാറി കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നവരായി തീരുക. ഇതാണ് കരുണയുടെ വർഷം കൊണ്ട്, കരുണയുടെ ജൂബിലി വർഷം കൊണ്ട് മാപ്പാപ്പ ആഗ്രഹിക്കുന്നത്, കർത്താവ് ആഗ്രഹിക്കുന്നത്, തിരുസഭ ആകർഷിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വചനം ശ്രവിക്കുന്ന നിങ്ങൾ ഹൃദയത്തിൽ മാനസാന്തരമുള്ളവരായി യാക്കോബ് ശ്ലീഹ പറയുന്നത് പോലെ ലോകത്തിൻ്റെ കളങ്കമേക്കാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ വിശുദ്ധരായി ജീവിച്ചുകൊണ്ട്, വിശുദ്ധരായി ജീവിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ ഇഷ്ടമാണ്. 1 തെസ്സലോനിയൻസ് 4-ാം അധ്യായം 3 വചനം. എന്നിട്ട് നന്മ പ്രവൃത്തി ചെയ്യൂ. അപ്പോൾ ഓരോ നന്മ പ്രവൃത്തികൾക്കും കർത്താവ് അനുഗ്രഹം വർഷിക്കും നമ്മുടെ മേലും, നമ്മുടെ കുടുംബങ്ങളുടെ മേലും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി പറയുന്നു, ഈ വർഷം നല്ലതുപോലെ ആഘോഷിക്കുക. വെറുതെ മൂടി വെച്ചുകൊണ്ടുള്ള ആഘോഷമായിരിക്കരുത്. പാപം മൂടി വെച്ച് പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കാറ്, കുമ്പസാരിക്കാറ്, ഓ കർത്താവ് കരുണയുള്ളവനാണെന്ന് പറയരുത്.
എങ്കിൽ നീ കർത്താവിനെ തന്നെ വഞ്ചകനാക്കുന്നു. 1 യോഹന്നാൻ അധ്യായം 1:7 പറയുന്ന പോലെ പാപമില്ല എന്ന് നീ പറയുന്നെങ്കിൽ ദൈവത്തെ തന്നെ നീ നുണയനാക്കുന്നുവെന്ന്. അതാകരുത് മക്കളെ. നിങ്ങൾ ഹൃദയം തുറന്ന് പശ്ചാത്തപിക്കുന്നവരും അങ്ങനെ കർത്താവിൻ്റെ കാരുണ്യം നേടുന്നവരും കരുണയുടെ മക്കളുമായി തീരട്ടെ. ഞാൻ ഉടൻ തന്നെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ കരുണയുടെ മധ്യസ്ഥരായി തീരുവാൻ, കരുണയുടെ ശുശ്രൂഷകരായി തീരുവാൻ, കരുണയുടെ സാക്ഷികളായി തീരുവാൻ. നമ്മൾ വായിക്കുന്നില്ലേ പരിശുദ്ധാത്മാവിന് എന്തിനാണ് പരിശുദ്ധാത്മാവ് എന്തിനാണ് നമ്മളിലേക്ക് വരുന്നത് എന്ന്. അപ്പസ്തോല പ്രവർത്തനം അധ്യായം 1:8. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലമിലും യൂദയായിലും ലോകത്തിൻ്റെ അതിർത്തികളൊക്കെയും നിങ്ങൾ സാക്ഷികളായിരിക്കണം. നമ്മൾ കത്തോലിക്കരുടെ ഇടയിൽ മാത്രമല്ല, ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാത്രമല്ല, എല്ലാ ജാതി ജനങ്ങളുടെയും ഇടയിൽ, ലോകത്തിൻ്റെ അതിർത്തികളൊക്കെയും. ഒരു ഭാഷയെ പറഞ്ഞാൽ അതിർത്തി വരുമ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് പാടില്ല. അവൻ നായരാണ്, അവൻ ബ്രാഹ്മണനാണ്, അവൻ മുസ്ലിമാണ് എന്നൊക്കെ പറഞ്ഞ ആളുകളെ മാറ്റി നിർത്തുന്നതല്ല ക്രിസ്ത്യാനിറ്റി, ക്രൈസ്തവത്വം. അതിർത്തി വരമ്പുകൾ കടന്ന് കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ കാരുണ്യം വിളംബരം ചെയ്യുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ക്രിസ്തുവിൻ്റെ സഭയിലെ അംഗങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. ആ ധൈര്യം, ആ ശക്തി, അഭിഷേകം ജീവിക്കുന്നതിനായ യേശുവിൽ നിന്ന് വിശുദ്ധ കുർബാനയിൽ നിന്ന് ലഭിക്കുവാനായിട്ട്. കാരണം ഇവിടെ കർത്താവ് കണിശമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കും. എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളെ ഉൾക്കൊള്ളുന്നു. ഈശോ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സജീവനായി എഴുന്നള്ളിരിക്കുന്ന ഈശോയെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവമേ, അനന്തകാരുണ്യവാനായ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് കരുണ കാട്ടുവാൻ, സ്നേഹം നൽകുവാൻ അയച്ച യേശുവിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. നമുക്കെല്ലാം കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അവിടുത്തെ സ്തുതിക്കാം. യേശുവേ, അങ്ങ് ഈ ലോകത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് കരുണ കാണിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് എപ്പോഴും ഞങ്ങളോട് ഇരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. ഈശോയിലൂടെ ഞങ്ങൾ പിതാവിനെ കാണുന്നു. ഈശോയിൽ ആത്മാവിൻ്റെ ശക്തി ഞങ്ങൾ അനുഭവിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ജനത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നിമിഷം അങ്ങ് കരുണ ഇവർക്കായി നൽകണമേ. ഇവരുടെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളുടെ ഏതെങ്കിലും കർത്താവേ ക്ഷമ നൽകലോ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളോ ഇവരിലുണ്ടെങ്കിൽ അവയെല്ലാം ബന്ധിച്ച് അങ്ങയുടെ കരുണക്കടലിലേക്ക് ഞാൻ അവയെ ഒഴുക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഒരു പക്ഷെങ്കിൽ ഇവരുടെ പാപത്തിൻ്റെ ഫലമായി ഏതെങ്കിലും മാനസികമായ അസ്വസ്ഥതകളോ രോഗങ്ങളോ ഭാരങ്ങളോ ഉണ്ടെങ്കിൽ ഈ നിമിഷം കർത്താവേ അവയെല്ലാം ബന്ധിച്ച് ഞാൻ ആ കരുണക്കടലിലേക്ക് അവ എറിയുന്നു. എൻ്റെ കർത്താവേ, ആ കാൽവരി വെരിമാറി 6 മണിക്കൂർ സമയം 10 സന്ദർഭങ്ങളിൽ രക്തം ചിന്തിക്കൊണ്ട് നേടിയ ആ കരുണ ഈ മക്കൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇവിടെ കർത്താവേ, അങ്ങേ മുറിവിട്ട കരങ്ങൾ ഇപ്പോൾ അങ്ങ് തന്നെ ഇവരുടെ ശിരസിൽ വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പൊട്ടിയൊഴുകുന്ന ചങ്കിലേക്ക് ആ മാർവിടത്തിലേക്ക് ഈ മക്കളെ ഞാൻ സമർപ്പിക്കുന്നു. പാപത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളും ദൂരെ മാറിപ്പോകട്ടെ. പാപത്തിൻ്റെ എല്ലാ ശാപങ്ങളും ദൂരെ മാറിപ്പോകട്ടെ. അനന്തരമായ എല്ലാ രോഗങ്ങളും സുഖമാകപ്പെടട്ടെ. അങ്ങയുടെ ശക്തി വന്ന് നിറയട്ടെ, കൃപ വന്ന് നിറയട്ടെ. കരുണാനിധിയായ കർത്താവേ, ഇവരോട് കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുഷ്ഠരോഗി വന്ന് പ്രാർത്ഥിച്ചല്ലോ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന്. ഇതാ ഇവരും പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ കരുണയ്ക്കായിട്ട്. ആ കരുണ ഇവരുടെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം രോഗികൾ കരുണയ്ക്കായിട്ട് യാചിച്ചുവോ കർത്താവേ, അവരുടെ പ്രാർത്ഥനയോടെ എൻ്റെ പ്രാർത്ഥനയെ ചേർത്ത് വെച്ചുകൊണ്ട്
ഇവർക്കായി ഞാൻ കരുണ യാചിക്കുന്നു. കർത്താവേ, കരുണ കൊടുക്കണമേ. അങ്ങയുടെ കരുണയിൽ ഇവരെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി അനുദപിക്കാതെ കരുണയ്ക്കായിട്ട് കാത്തിരിപ്പുണ്ടെങ്കിൽ കർത്താവേ, അവർക്ക് അനുതാപത്തിൻ്റെ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നല്ല കുമ്പസാരം നടത്തി ഹൃദയം തുറന്ന് ആ കരുണ സ്വീകരിക്കാൻ ഇവർക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെൻ്റെ മക്കളാണ്, ഇവൻ്റെ സഹോദരി സഹോദരങ്ങളാണ്. കർത്താവേ, ഈ നിമിഷയുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങേ തിരുമാറിടത്തിൽ നിന്നൊഴുകുന്ന ആ കൃപ ഒഴുക്കണമേ. ആ കൃപയിൽ ശാന്തി, സമാധാനം, സൗഖ്യം, ശക്തി മക്കൾക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ക്രിസ്ത്യാനികളായി, നല്ല വിശ്വാസികളായി ജീവിക്കുവാനുള്ള കൃപ ഈ നിമിഷം കർത്താവേ ഇവരിലേക്ക് ഒഴുക്കണമേ. കരുണ നദി പോലെ ഒഴുകട്ടെ. അങ്ങേ കൈകളിലൂടെ ഒഴുകുന്ന ആ രക്തത്തിൻ്റെ ശക്തി ഒഴുകട്ടെ. കാലുകളിൽ ഒഴുകുന്ന ശക്തി ഇവരിലേക്ക് ഒഴുകട്ടെ. അങ്ങേ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന രക്തത്തിൻ്റെ ശക്തി ഒഴുകട്ടെ. കരുണാഭാരതിയായ ഈശോയെ, ഈ നിമിഷം കരുണ ഭക്ഷിക്കണമേ. എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഇവരെ ഇപ്പോൾ വിമുക്തരാക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തിരുസഭയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനയോട് ചേർത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരിസ്ഭവനിലെ എല്ലാ വൈദികരുടെയും ശുശ്രൂഷയുടെയും പ്രാർത്ഥനയോട് ചേർത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ലോകമാസമുള്ള എല്ലാ വചനപ്രഘോഷികളുടെയും പ്രാർത്ഥനകളോട് ചേർത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ലോകത്തുള്ള ഏകദേശം 5 ലക്ഷത്തിൽപ്പരം വൈദികരുടെ പ്രാർത്ഥന ചേർത്തുകൊണ്ട് ഞാനിപ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ നിന്ന് മരണം മൂലം വേർപെട്ട് സ്വർഗത്തിലെത്തിയിരിക്കുന്ന ആയിരക്കണക്കിന് 10,000കണക്കുള്ള വൈദിക വിശുദ്ധരോടുകൂടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടും എല്ലാ രക്തസാക്ഷിയോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണ കാണിക്കണമേ. ഇപ്പോൾ ഇവരെ വിശുദ്ധീകരിക്കണമേ. ഇപ്പോൾ ഇവരെ നവീകരിക്കണമേ. ഈ നിമിഷം ഇവരെ സുഖപ്പെടുത്തണമേ. ആന്തരിക സൗഖ്യം, ശാരീരിക സൗഖ്യം, വിടുതൽ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങേ തിരുമാറിടത്തിൽ ഇവർക്ക് ആശീർവാദം, അനുഗ്രഹം, കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഇവരെ മാത്രമല്ല, ഇവരുടെ മക്കളെയും കൊച്ചുമക്കളെയും ഇവരുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും സഹോദരി സഹോദരങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിച്ച് കൃപ കൊടുക്കണമേ, കരുണ കൊടുക്കണമേ. ഇവരുടെ കുടുംബങ്ങളുടെ മേൽ കരുണ വർത്തിക്കണമേ. കർത്താവേ, ഇവരോ ഇവരുടെ പൂർവികന്മാരോ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടുള്ള ഏതെങ്കിലും അസ്വസ്ഥതകൾ ഇവരുടെ കുടുംബത്തിലുണ്ടെങ്കിൽ കർത്താവേ, അങ്ങ് കരുണയിൽ അവയെല്ലാം മറയ്ക്കണമേ. കരുണയിൽ അവരെല്ലാം കഴുകിക്കളയണമേ. കർത്താവ്, ഒരു പുതിയ കുടുംബമായി തീരുവാൻ കൃപ കൊടുക്കണമേ. ഒരു വിഷയം മദ്യപാനാസക്തിയായിരിക്കാം, അടിപിടിയായിരിക്കാം, കലഹം, ഇതെല്ലാം ദൂരെ മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവെ, കടന്നു വരൂ, ശക്തീകരിക്കൂ, കൃപ കൊണ്ട് നിറയ്ക്കൂ, ആത്മാവ് കൊണ്ട് നിറയ്ക്കൂ, സ്നേഹം കൊണ്ട് നിറയ്ക്കൂ. ഈ നിമിഷം കർത്താവെ, കരങ്ങൾ നീട്ടി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ആശീർവദിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നിനക്കാരാധനയും സ്തുതിയും പുകഴ്ചയും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.